ഞങ്ങളുടെ വിവാഹവും ഭാവി ജീവിതവും ഒക്കെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കല്ലേ ആൻറ്റി? ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്കിൾ, ഉദ്ദേശിച്ച സ്ത്രീധനവും ആർഭാടവും ഒക്കെ കുറഞ്ഞു പോയതിന്റെ കാരണത്താൽ മുടങ്ങിപ്പോയ ഒരുപാട് പ്രപ്പോസലിനെ പറ്റി നമുക്കറിയാം. സ്ത്രീധനവും ദൂർത്തും ഒഴിവാക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അങ്കിളൊരു മോശം തീരുമാനം എടുക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയൊക്കെ അങ്കിളും ആന്റിയും തീരുമാനിക്കുന്നത് പോലെ. തീരുമാനം എന്താണെന്ന് മാളുവിനെ അറിയിച്ചാൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോട്ടെ. വിവരം എന്താന്ന് വെച്ചാൽ വിളിച്ച് പറഞ്ഞാൽ മതി. അല്ലേ, ഇത് എന്റെ ഏർപ്പാടാ മുരളി. അവന് പറയാനുള്ളതെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു തീർത്തിട്ട് അവൻ ഇറങ്ങി അങ്ങ് പോയി. നമുക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും അവൻ കാണിച്ചില്ലല്ലോ. തുടക്കത്തിലെ ഇത്ര ധാർഷ്ട്യമാണെങ്കിൽ ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയൊന്ന് അടങ്ങ്. എന്താ വേണ്ടെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആ ഹലോ. ആ അതെ, മനസ്സിലായി. നിങ്ങൾ എത്തിയോ? ആ, വീടത് തന്നെ. വണ്ടി പോർച്ചിൽ കിടപ്പുണ്ട്. നിങ്ങൾ ആദ്യം കയറി വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കിയാട്ടെ. അപ്പോഴേക്കും അച്ഛൻ ഇങ്ങെത്തും. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലെന്നേ. നിങ്ങൾ ധൈര്യമായിട്ട് അകത്ത് കയറി വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോ. ടയറൊക്കെ കണ്ടീഷനാണ്. വണ്ടി നല്ല മെയിൻ്റനൻസ് ചെയ്യുന്ന പാർട്ടിയാണെന്ന് തോന്നുന്നു. ശരിയാ, പറഞ്ഞത്ര പഴക്കമൊന്നും വണ്ടി കണ്ടിട്ട് തോന്നുന്നില്ല. ഇനി റണ്ണിങ് കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കണം. അതിപ്പോ ഓണർ വരാതെ നമ്മളെങ്ങനെ ഓടിച്ചു നോക്കുന്നത്? നമ്മൾ വിളിച്ച ആ കൊച്ചെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു. കാഴ്ചകളുള്ള കണ്ടീഷനൊന്നും ഓടിക്കുമ്പോൾ ഉണ്ടാക്കാൻ വഴിയില്ല. അല്ലെങ്കിൽ പിന്നെ പാർട്ടി തന്നെ ഇത്രയും വില കുറച്ചിടില്ലല്ലോ. എന്നാൽ ഈ പറഞ്ഞ വിലയ്ക്ക് ഒത്തു കിട്ടിയ കോളാ. അത് ശരിയാ. എന്നാലും നമുക്കൊന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കാം. എന്തായാലും ആള് വരട്ടെ, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഹലോ, എന്താ അവിടെ? സാറൂടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ വിചാരിച്ചു സാർ സ്ഥലത്തില്ലാത്തോണ്ട് ഞങ്ങളോട് നോക്കിക്കോളാൻ പറഞ്ഞു എന്ന്. ആരാ? മനസ്സിലായില്ല. ഞങ്ങള് വണ്ടി നോക്കാൻ വന്നവരാ സാറേ. രാവിലെ വിളിച്ചപ്പോ വന്ന് നോക്കിക്കൊള്ളാൻ പറഞ്ഞില്ലേ, അത് ഞങ്ങളാ. സോറി, നിങ്ങൾ പറയുന്ന ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. സാറേ, വണ്ടി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് സാർ ഓൺലൈനിൽ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് കണ്ടിട്ട് വാങ്ങിക്കാൻ വന്ന പാർട്ടികളാണ് ഞങ്ങള്. ഓ, അതാണോ കാര്യം? പക്ഷെ ആ വണ്ടി വിറ്റുപോയല്ലോ. വിറ്റുപോയോ? അപ്പൊ ഈ കിടക്കുന്നതോ? 5 മിനിറ്റ് മുമ്പ് വിളിച്ചപ്പോഴും വണ്ടി കയറി നോക്കിക്കൊള്ളാൻ ഇവിടെ പറഞ്ഞാണല്ലോ. പിന്നെ ഇപ്പൊ എന്താ സാർ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ എന്തൊക്കെയാ മിസ്റ്റർ ഈ പറയുന്നത്? ഞാൻ വിൽക്കാനുണ്ടെന്ന് പരസ്യം ചെയ്ത് ഈ വണ്ടിയല്ല, അതൊരു ബുള്ളറ്റ് ആയിരുന്നു. അത് വിറ്റ് പോവുകയും ചെയ്തു. നിങ്ങൾ എന്തിനാ ഇതിനു ചുറ്റും കറങ്ങി നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാറേ, ദേ ഇതൊന്ന് നോക്കിയേ. ദേ ഈ കിടക്കുന്ന വണ്ടി തന്നെയാണോ എന്ന് എന്നിട്ട് പറ. കുഴപ്പം ഞങ്ങൾക്കാണോ അതോ സാറിനാണോ എന്ന്?
നോ, ഇങ്ങനൊരു പരസ്യം ഞാൻ കൊടുത്തിട്ടില്ല. ഈ വണ്ടി വിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. സാറെന്താ ആളെ കളിയാക്കാണോ? പരസ്യം കണ്ട് ഇതീ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു പെങ്കൊച്ച് വണ്ടി കൊടുക്കാനുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടല്ലേ സാറേ രാവിലെ മെനക്കെട്ട് ഞങ്ങൾ ഇവിടം വരെ വന്നത്. സോറി, ഇത് എൻ്റെ അറിവോട് നടന്ന കാര്യമല്ല. പരസ്യം കൊടുത്തത് ഇവിടുത്തെ കുട്ടിയാ. ആ കുട്ടിക്ക് കുറച്ച് മാനസിക പ്രശ്നമുള്ള ആളാ, അതാ പറ്റിപ്പോയത്. സോറി. എന്തായി ചേട്ടന്മാരെ, കച്ചവടം ഉറപ്പിച്ചോ? പറഞ്ഞ വിലക്ക് തന്നെ സാർ ഒതുങ്ങിയോ? ആളെ ഒന്ന് സൂക്ഷിച്ചോണേ, ബാക്കിന് വലിയ സ്ഥിരതയില്ലാത്ത പാർട്ടിയാ. ശരിയാണ് മച്ചാനെ, ഇതിനെ കണ്ടിട്ട് അല്പം മെന്റലാണെന്ന് തോന്നുന്നു. എന്താ ചെയ്യാ, രാവിലെ ആകെ മെനക്കേടായല്ലോ. കളഞ്ഞിട്ട് വാളിയ. എൻ്റെ സാറേ, ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. എന്തു പറയാനാ, രാവിലെ ഓരോ ഏണിക്കേസ് വന്ന് കാലി ചുറ്റിക്കോളൂ. വാടാ പോവാം. നോക്കണ്ട വി പി സാറേ, ഇതൊരു തുടക്കം മാത്രമാ. ഇതുപോലെ 5-6 പാർട്ടീസ് ലൈനിൽ നിപ്പുണ്ട്. സമയം പോലെ അവർക്ക് ഇങ്ങ് വന്നോളൂ. ബുള്ളറ്റ് മാത്രല്ല, സാറിന്റെ ഈ കാറും ഞാൻ കച്ചവടമാക്കി തരുന്നുണ്ട്. എന്താ തന്റെ ഉദ്ദേശം? എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ നോക്കിയാലുണ്ടല്ലോ. അത് തന്നെ എന്റെ ഉദ്ദേശം. തരാവുന്ന എന്റെ മാക്സിമം പണി ഞാൻ വി പിക്ക് തന്നിരിക്കും. എന്റെ ബുള്ളറ്റ് വിറ്റതുപോലെ ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും ഞാൻ വിറ്റു മുടിക്കും. നോക്കിക്കോ. എന്ത് പറഞ്ഞാടേ? എന്നാ പിന്നെ അതാന്ന് അറിഞ്ഞിട്ടെന്നെ കാര്യം. നീ അത്രയ്ക്ക് വളർന്നു, എനിക്കൊന്ന് അറിയണം. മര്യാദക്ക് ജീവിച്ചോളം പറയണം തന്റെ പിഴച്ച സന്താനത്തിനോട്. ഇല്ലെങ്കിൽ പിന്നെ ഇവളങ്ങ് മറന്നേക്കണം. തീർത്ത് കളയും ഞാൻ. എന്താ അപ്പു, എന്താ ഇതൊക്കെ? ചുമ്മാ ഇതൊക്കെ വി പി ഞാനും തമ്മിലുള്ള ഒരു മൗസ് ആൻഡ് ഗെറ്റ് കളിയല്ലേ അമ്മ. ഇടയ്ക്ക് ഇങ്ങനെ ചില എന്റർടൈൻമെന്റ്സ് ഒക്കെ വേണ്ടേ? അമ്മ നോക്കിക്കോ, ഇതുപോലെ പല ഗെയിമുകളും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. വി പിയെ ഞാൻ ഇവിടുന്ന് പൊളിച്ചടുക്കും. അപ്പു, അശ്വതി, ഹോ എന്റെ കൃഷ്ണ, ഒടുക്കത്തെ ചൂട് തന്നെ. 10 അടി തികച്ച് നടന്നില്ല. അതിനു മുമ്പ് മനുഷ്യൻ ഏതാണ്ട് കുഴഞ്ഞു വീഴാറായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്തിരി വെള്ളം ഇങ്ങടുത്തെ. അമ്മ ഇന്നേരത്ത് എവിടെ പോയിട്ട് വരുന്നു? ഈ പൊരുവേലത്ത് കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനി അഥവാ എവിടെയെങ്കിലും പോണോന്നുണ്ടെങ്കിൽ വല്ല ഓട്ടോയും പിടിച്ചു പോക്കൂടെ? ഞാൻ നമ്മുടെ ജോത്സ്യരെ ഒന്ന് കാണാൻ പോയതാ. അവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു ഓട്ടോ കിട്ടിയതുവാ. കുറച്ചപ്പുറത്ത് വെച്ച് വണ്ടിക്ക് എന്തോ കുഴപ്പം പറ്റി. പിന്നെ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വെച്ചിക്ക് നടക്കാന്ന് കരുതി. അമ്പലത്തിൽ നിന്ന് വരാൻ വൈകുന്ന കണ്ടപ്പോഴേ തോന്നി അമ്മ ജോൽസിനെ കാണാൻ പോയിട്ടുണ്ടാവുന്നു. അല്ല, എന്നിട്ട് ജോൽസിന് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞതുപോലെ ചെറുക്കന്റെ ഗ്രഹനില ഇല്ലാതെ എന്ത് മുഹൂർത്തം നോക്കാനെന്നൊക്കെ പറഞ്ഞ് ആദ്യമൊന്നും മടിച്ചു. പിന്നെ നമ്മുടെ കാര്യം ആയതുകൊണ്ട് ഒരുവിധം കണക്കൊപ്പിച്ച് ഒരു മുഹൂർത്തം കുറിച്ച് തന്നു. ഈ മാസം 12-ാം തീയതി ശനിയാഴ്ച 10:30-ക്കും 11-നും ഇടയ്ക്കൊരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 27-ാം തീയതി ഉള്ളൂ. അതുവരെ നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ എന്ന് വെച്ച് 12-ന് തന്നെ അങ്ങ് ഉറപ്പിച്ചു. അമ്മ ഈ കഷ്ടപ്പെട്ട് നടന്ന് തീയതി മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, മുഹൂർത്തം നോക്കിയൊന്നും താലി കെട്ടാൻ പറ്റില്ലെന്ന് നമ്മുടെ ഡോക്ടർ പറഞ്ഞല്ലോ. ഇനി താലി കെട്ടുന്നത് പോലും ജോബിന്റെ തത്വത്തിന് പറ്റാത്തതാണെങ്കിലോ? അങ്ങനെ അവൻ കൂടുതൽ തത്വശാസ്ത്രവും വകുപ്പും ഒക്കെ പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിലേ അന്തസ്സായിട്ട് നമ്മൾ ഈ ബന്ധം അങ്ങ് വേണ്ടെന്ന് വെക്കും. ഇത് വേണ്ടെന്ന് വെക്കാനോ? ഇത്രയൊക്കെ ആയിട്ടോ? അതെ, അമ്മ വെറുതെ ഓരോന്ന് വിളിച്ചു പറയല്ലേ. പിന്നല്ലാതെ എല്ലാ കാര്യങ്ങളും അവന്റെ ഇച്ഛക്കത്ത് നടത്തണമെന്ന് പറയാൻ നമ്മളത്ര ഗതികെട്ടും പോക്കില്ലാതെ ഇരിക്കുകയല്ലോ ഇവിടെ. ആഹാ, നല്ല കഥയായിപ്പോയി. അതൊക്കെ പോട്ടെ. 12-ാം തീയതി എന്ന് പറയുമ്പോ ഇനി അതി ദിവസങ്ങളില്ലല്ലോ. അത് മാത്രമല്ല, ആ ദിവസം ജോബിനും ടീച്ചർക്കും
വല്ല അസൗകര്യം ഉണ്ടോ എന്ന് അറിയണമല്ലോ. അവർക്ക് എന്ത് അസൗകര്യം? ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറ്റിവെച്ച് അന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് നീ തറപ്പിച്ച് പറയണം മുരളി. ദേ, അവർക്ക് രാഹുകാലോ മുഹൂർത്തമോ ഒന്നും ഒരു പ്രശ്നമല്ലായിരിക്കും. പക്ഷെ നമ്മുടെ പെങ്കൊച്ചിന്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. അതുകൊണ്ട് എല്ലാം നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഭഗവതിയുടെ മുമ്പിൽ വെച്ച് താലികെട്ട് നമുക്ക് നടത്തുകയും വേണം. ആരുടെയും പരാതിയും പരിഭവവും ഇല്ലാതെ എല്ലാം ഒന്ന് ശരിയായ രീതിയിൽ നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പൊ അതാ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. കുറയ്ക്കാവുന്നതിന്റെ മാക്സിമം ആൾക്കാരെ കുറച്ചാ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ ചുരുക്കിയാലും മിനിമം ഒരു 10-250 പേരെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ക്ലയൻസിനെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല. എല്ലാവരെയും അങ്ങനെ ഒഴിവാക്കാനും പറ്റില്ല. നിങ്ങളായിട്ട് ആരെയും കുറയ്ക്കാനും ചുരുക്കാനും ഒന്നും നിൽക്കണ്ട. അവരുടെ ഭാഗത്തുനിന്ന് ആരും വരാനും സഹകരിക്കാനും ഇല്ലെന്ന് വെച്ച് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ? ആളെത്ര കൂടിയാലും അവർക്ക് കൈനഷ്ടം വരാനൊന്നും പോകുന്നില്ലല്ലോ. എന്താ അങ്കിൾ, എല്ലാരും കൂടി എന്തോ ഭീകര ഡിസ്കഷനിലാണെന്ന് തോന്നുന്നില്ല. ഏയ്, അങ്ങനൊന്നുമില്ല. ഞങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങൾ വന്ന് നിന്നേ ഉള്ളൂ. അത് ചുമ്മാ. കല്യാണക്കാരിയല്ലേ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്? എല്ലാം ഞാൻ അറിഞ്ഞു. ഡേറ്റ് വല്ലതും തീരുമാനിച്ചു അങ്കിൾ? അത് പിന്നെ ഓ, തീയതി മുഹൂർത്തം ഒന്നും എടുത്തില്ല കൊച്ചേ. എന്തെങ്കിലും തീരുമാനമാകുമ്പം പറയാം. അല്ല, അപ്പു എന്താ വന്നേ? ഞാൻ വെറുതെ വന്നതാ അങ്കിൾ, മാളുവിനെ ഒന്ന് കാണാൻ. അവളില്ലേ ഇവിടെ? അവള് റൂമിലുണ്ട്, വിളിക്കാം. വേണ്ട അങ്കിളെ, ഞാൻ പോയി കണ്ടോളാം. എന്താ ആന്റി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നിനക്ക് സുഖമല്ലേ അപ്പു? സുഖം. ഞാൻ മാളുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവളെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? കല്യാണക്കാരിയൊക്കെ എന്തായെന്ന് അറിയാനാവും. എല്ലാം അങ്ങോട്ട് വിസ്തരിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ഇതുപോലെ പണ്ട് നിശ്ചയത്തിന്റെ തലേന്ന് വന്ന് കയറിയിട്ട് ഉണ്ടാക്കിയ പൂലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലും കൊനഷ്ടം കുഞ്ഞായ്മ ഒപ്പിച്ചിട്ട് ഇത് മുടക്കാനുള്ള പുറപ്പാടാവും. അമ്മയൊന്ന് പതുക്കെ, അപ്പു കേക്കും. കേട്ടാ എനിക്കെന്താടി? അവളുടെ ചെലവിലൊന്നും അല്ലല്ലോ ഞാൻ ജീവിക്കുന്നത്. മുരളി, അവളെ അധികം ഇവിടെ തങ്ങാൻ അനുവദിക്കാതെ വേഗം പറഞ്ഞു വിടാൻ നോക്ക്. അടുപ്പിച്ച അടുപ്പും കല്ലും പിഴുതോണ്ട് പോകുന്ന എനവാ. ഹലോ മാഡം. സ്വപ്നലോകത്തുനിന്ന് ഇടയ്ക്കൊന്ന് ഭൂമിയിലോട്ട് വരുന്നത് നല്ലതാണ്. നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് മണിക്കൂർ 1 എന്ന് പറഞ്ഞാലും ഒരു മിനിറ്റ് ആയുള്ളൂ എന്ന് പറഞ്ഞാലും നീ അത് വിശ്വസിച്ചേ പറ്റൂ. കാരണം നീ ഇവിടെ ഒന്നും അല്ലായിരുന്നല്ലോ. ഒന്ന് പോവപ്പോ. ഞാൻ നീ കരുതുന്ന പോലെ സ്വപ്നലോകത്തൊന്നും ആയിരുന്നില്ല. പിന്നെ എന്താന്നറിയില്ല അപ്പോ. എനിക്ക് പാക ടെൻഷനും പേടിയൊക്കെയാ. എന്താ നിന്റെ പ്രശ്നം? അത് പറ. ഡോക്ടർ എടുക്കുന്ന ഓരോ നിലപാടും ഇവിടെ ഉള്ളവരുടെ ആഗ്രഹങ്ങൾക്കെതിരാ. അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിന്റെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നീയോ? നിന്റെ സ്റ്റാൻഡ് എന്താ? ഒരു കാര്യം ചോദിച്ചാ നീ എന്നോട് സത്യം പറയോ? കല്യാണം എങ്ങനെ നടത്തണമെന്ന കാര്യത്തിൽ നീ ആത്മാർത്ഥമായോ ആരുടെ പക്ഷത്താ? ഇവിടെയുള്ളവരുടെ ഭാഗത്തോ അതോ നിന്റെ വുഡ്ബിയുടെ പക്ഷത്തോ? അത് പിന്നെ ഡോക്ടർ പറയുന്ന പോലെ വലിയ ആർഭാടമൊന്നും വേണമെന്ന് എനിക്കും ആഗ്രഹമില്ല. എന്നുവെച്ച് ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും വേണ്ടേ അപ്പോ? ആരെയും ക്ഷണിക്കാതെ ഒരു രീതിയിലുള്ള ഒരുക്കങ്ങളും ഇല്ലാതെ വെറുതെ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒരു ഒപ്പിട്ട് വിവാഹിതരാവുക. സ്വന്തം കല്യാണം എന്നൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിൽ ചില പ്രതീക്ഷകളും മോഹങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ? നീ ചിരിക്കണ്ട, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ, എനിക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ പെണ്ണല്ലല്ലോ. എന്ന് കരുതി ഒരു ടിപ്പിക്കൽ പെൺകുട്ടിയുടെ മനസ്സിൽ സ്വന്തം കല്യാണത്തെക്കുറിച്ചുള്ള ധാരണ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. മാളു, നിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ? നിനക്കിപ്പോഴും നമ്മുടെ ഡോക്ടറിന്റെ വേവ് ലെങ്ത്തിൽ എത്താൻ കഴിയുന്നില്ല. അറ്റ് ദ സെയിം ടൈം നിനക്ക് അയാളെ നഷ്ടപ്പെടാനും പാടില്ല.
കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ, ഒരു സാധാരണ പെണ്ണായി നിനക്ക് ജീവിക്കുകയും വേണം, എന്നാ ജോബിനെ പോലെ വളരെ വ്യത്യസ്തവും വ്യക്തവുമായ കാഴ്ചപ്പാടുള്ള ഒരാളുടെ കമ്പാനിയൻഷിപ്പ് വേണം താനും. നാടൻ ഭാഷയിൽ പറഞ്ഞ, കക്ഷത്തിലിരിക്കുന്നത് പോവാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ ശ്രമിക്കുന്ന ഒരു ലൈൻ. ശരിയല്ലേ? എനിക്കറിയില്ല അപ്പു. ഇപ്പൊ ആലോചിക്കുമ്പോ ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ നിന്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റാൻ ശ്രമിച്ചാൽ മതി. തന്റെ ആഗ്രഹങ്ങൾക്കും നിലപാടുകൾക്കും ഒപ്പം നടക്കുന്ന ഒരാളെയാണ് ഓരോ പുരുഷനും അവന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരാണിന്റെ മനസ്സെന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് നിന്നോട് പറയുന്നത്. ഒരിക്കൽ നിന്നിൽ നിന്ന് ഞാനും ഇപ്പൊ അതേ നിന്നിൽ നിന്ന് ഡോക്ടറും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. എന്റെ കാര്യം ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞേ ഉള്ളൂ. അത് നീ വിട്ടേക്ക്. കഴിയുന്നതും ഡോക്ടറെ നീ മനസ്സിലാക്കാൻ ശ്രമിക്ക. ഞാൻ കണ്ടെടുത്തോളം വളരെ ജെന്യൂനായ, സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ജോബിൻ്റേത്. എന്റെ VP പോലൊരു കള്ളനാണയമല്ല. അതിന്റെ പേരിൽ നിനക്ക് ദുഃഖിക്കേണ്ടിയും വരില്ല, അതുറപ്പാ. സൈറ്റിലോട്ട് ഞാൻ ഇനി വരുന്നില്ല ശിവ. താനവിടെ ഉണ്ടല്ലോ. ലേബേഴ്സിനെ സെറ്റിൽ ചെയ്യാനുള്ള എമൗണ്ട് കയ്യിലുണ്ടല്ലോ അല്ലേ? നാളെ കരമനയിലെ പ്ലോട്ടിന്റെ എർത്ത് വർക്ക് തുടങ്ങുന്ന കാര്യം മറക്കണ്ട. എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. അപ്പു ഇറങ്ങാണോ? അതെ അങ്കിളെ. ഏതായാലും VPയുടെയും ഗീതയുടെയും കൂടെ നിൽക്കാനുള്ള അപ്പുവിന്റെ തീരുമാനം നന്നായി. എപ്പോഴെങ്കിലും അപ്പുവിനെ കാണുമ്പോൾ അത് നേരിട്ട് പറയാനിരിക്കായിരുന്നു. ശരിയാ. എന്തു പറ്റിയപ്പോ നിനക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നാൻ? VP ഏട്ടനും ഗീതേച്ചിയും തമ്മില് പിരിയാതിരിക്കാൻ വേണ്ടിയാണോ? അത് മാത്രമായിരുന്നില്ല ആന്റി കാരണം. ഞാൻ ഡെയ്സി ആന്റിയുടെ ഒപ്പം തങ്ങുന്നത് അവർക്കൊഴികെ മറ്റെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഇനിയിപ്പോ അതിന്റെ പേരിൽ മറ്റുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ എന്ന് കരുതി. ആ പിന്നെ ആന്റി, മുത്തശ്ശിയോട് പറയണം എനിക്ക് ഇവളുടെ കല്യാണം മുടക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ലെന്ന്. അന്ന് അരുൺ ഭാസ്കറിനെ പോലൊരാള് ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്നതിൽ എനിക്ക് നല്ല വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷേ അതുപോലല്ല നമ്മുടെ ഡോക്ടറിന്റെ കാര്യം. ആള് പക്ക ജെനുവിൻ കക്ഷിയാ. ഇവക്ക് നല്ല ചേർച്ചയും. അതുകൊണ്ട് ഇവരൊരുമിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാലോ. പോട്ടെ, നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. ഏയ്, ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പോട്ടെ. അപ്പു, നിങ്ങൾ തമ്മിൽ വീണ്ടും കൂട്ടായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ എന്ന് കരുതി അപ്പു ഇവിടെ വരുന്നതും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നതൊന്നും VPക്ക് ഇഷ്ടമാവില്ല. ഇനി അതിൻ്റെ പേരിൽ VP ഇവിടെ വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട്. ഒന്നാമത് കല്യാണം എടുത്ത സമയം കൂടിയാണല്ലോ. അതോർത്ത് അങ്കിള് ടെൻഷൻ ആവണ്ട. ഇനി എന്റെ കാര്യത്തിൽ VP അങ്ങനെ ഇടപെടാൻ വരില്ല. അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആ ഉറപ്പ് ഞാൻ തരുന്നു. പോരെ? മാളു, എന്തിനാ അപ്പു വന്നേ? അവള് വെറുതെ വന്നതാ. വെറുതെയോ? അങ്ങനെ വെറുതെ വരാൻ വഴിയില്ലല്ലോ. നിന്നോടപ്പു വേറെന്തെങ്കിലും സൂചിപ്പിച്ചോ? അവര് ബന്ധം പിരിയാൻ പോകുന്ന കാര്യം വല്ലതും? അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അപ്പു പറഞ്ഞത്. അവള് സമ്മതിക്കില്ല എന്ന്. മാളു, നിങ്ങൾ വീണ്ടും കൂട്ടായതൊക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പന്ത്രണ്ടാം തീയതി എന്ന് പറയുമ്പോ ഇനി 8 ദിവസം കഷ്ടിച്ച്. എന്നുവെച്ചാ നാട്ടിലൊന്ന് പോയി ബന്ധുക്കളെയും പരിചയക്കാരെയും വിസ്തരിച്ചൊന്ന് ക്ഷണിക്കാൻ പോലും സമയമില്ലെന്ന് സാരം. നമ്മുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ മാളുവിന്റെ വീട്ടുകാർക്ക് പിന്നെ ഒന്നിനും സമയം തികയില്ലല്ലോ.